ISRO ശാസ്ത്രജ്ഞനായിരുന്ന എം അണ്ണാദുരൈ ഇന്ത്യ സഖ്യം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആയി മാറാൻ സാധ്യത എന്ന വാർത്ത വരുന്നു. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള ഇന്ത്യ സഖ്യയോഗം തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലാണ് ഈ യോഗം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ പ്രമുഖ നേതാക്കൾ ശരത് പവാർ കൂടാതെ CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ സഖ്യവും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിനായുള്ള ചർച്ചകൾ സജീവമാക്കിയിരിക്കുന്നത്. ഇന്ന് നടക്കുന്ന യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കും എന്നുള്ളതാണ് സൂചന. പ്രധാനമായും ഈ യോഗത്തിന് മുമ്പായി തന്നെ പല രാഷ്ട്രീയ പാർട്ടികളുമായി മല്ലികാർജുൻ ഖാർഗെ ചർച്ച നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒപ്പം തന്നെ RJD അടക്കമുള്ള പാർട്ടികൾ രാഷ്ട്രീയ രംഗത്ത് നിന്നല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ വേണം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത ശാസ്ത്ര മേഖലയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി M അണ്ണാദുരൈ, മയിൽസ്വാമി അണ്ണാദുരൈ എന്ന മുൻ ISRO ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാനുള്ള പട്ടികയിലേക്ക് പരിഗണിച്ചത്. അദ്ദേഹം സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിൻ്റെ പേര് ഈ ചർച്ചയിൽ തീരുമാനിക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം.